ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണമേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 2 ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് വിത്ത് ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ കുറച്ച് വലിയതായത് കാരണം നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 2 ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, ആനിമൽസിന്റെ ലോകത്തേക്ക്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമേ. അതിൽ കുറേ ആനിമൽസും ഉണ്ട്, പിന്നെ ഒരു കുട്ടിയും ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ഫസ്റ്റ് വായിച്ചു നോക്കാം. വാവ്, ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. അപ്പം ഈ കുട്ടി പറയാണ്, ഇന്ന് നിങ്ങളെല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടല്ലോ, നല്ല കാര്യം. സീയിങ് ഹെർ ഫ്രണ്ട്സ്, മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. മിത്രേന്റെ ഫ്രണ്ട്സിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ചിൽഡ്രൻ, യു ഹാവ് സീൻ ഇൻ ദ സറൗണ്ടിങ് ഓഫ് മിത്രാസ് ഹൗസ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ മിത്രേന്റെ വീടിന്റെ പരിസരം കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഇതിൽ എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണ് ഉള്ളത്? എമംഗ് ദീസ് വിച്ച് ക്രീച്ചേഴ്സ് ഡു മിത്ര റേസ്? മിത്ര വളർത്തുന്ന മൃഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻ റേസ് ആസ് പെറ്റ്? പെറ്റിനെ പോലെ വളർത്തുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ നോക്കിയാലോ കൂട്ടുകാരെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? അപ്പം ഈ പിക്ചർ നോക്കിയിട്ട് എന്തൊക്കെ ക്രീച്ചർ മൊത്തത്തിലുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് പറയണം. അപ്പൊ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധയോടെ ഈ പിക്ചർ നോക്കിയിട്ട് എവിടെയൊക്കെ ഏതൊക്കെ ക്രീച്ചേഴ്സുകളാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ചാലോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഈ മരത്തില് പാരറ്റ് ഉണ്ട്, വുഡ് പെക്കർ ഉണ്ട്, സ്ക്യൂറൽ ഉണ്ട്, ക്രോ ഉണ്ട്, കിങ്ഫിഷർ ഉണ്ട്, ഇവിടെ 2 ബട്ടർഫ്ലൈസ് ഉണ്ട്, ഈ വീടിന്റെ മേലെ പീജിയൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഗോട്ട് ആടുണ്ട്, പശുക്കിടാവ് കാഫ് ഉണ്ട്, പിന്നെ ഹെൻസ് ഉണ്ട്, പിന്നെ ഡോഗ് ഉണ്ട്, അതിൻ്റെ കൂടെ മിത്രേന്റെ കയ്യിൽ എന്തുണ്ട്? ക്യാറ്റ് ഉണ്ട്. ഇത്രയും ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ആണ് ഈ പിക്ചറിലുള്ളത്. ഓക്കെ, അത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എമംഗ് ദീസ് ക്രീച്ചേഴ്സ് ഡു മിത്ര റേസ്. ഓക്കെ, ക്രീച്ചേഴ്സ് ഡു മിത്ര റേസ്. അപ്പം മിത്ര ഇതിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഈ കാക്കയും പൊന്മാനും വുഡ് പെക്കറൊക്കെ വൈൽഡ് ആനിമൽസ് ആണ്. മിത്ര വളർത്തുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ക്യാറ്റ്, ഡോഗ്, ഗോട്ട്, കാഫ്, ഹെൻ, ഇതൊക്കെയാണ് മിത്ര വളർത്തുന്ന ആനിമൽസ്. വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻ റേസ് ആസ് പെറ്റ്? പെറ്റിനെ പോലെ പെറ്റായിട്ട് വളർത്തുന്ന ആനിമൽസ് ഇതിൽ ഏതൊക്കെയാണ്? ക്യാറ്റും ഡോഗും പെറ്റാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആണ്. ഗോട്ട് എന്താണ്? നമുക്ക് മിൽക്ക്, മീറ്റ് തരും. ഓക്കെ, കാഫ് അല്ലെങ്കിൽ കൗ നമുക്ക് എന്ത് തരും? മിൽക്ക് തരും. ഹെന്ന് നമുക്ക് എന്ത് തരും? എഗ്ഗ് തരും, മീറ്റ് തരും. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മുടെ വളർത്തു മൃഗങ്ങളാണ്. പെറ്റ് ഡോഗ്സ് ആയിട്ട് ഇവിടെ 2 എണ്ണേ ഉള്ളൂ, ക്യാറ്റും ഡോഗും. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. വൈ ഡു വി റേസ് ആനിമൽസ്? എന്തിനാണ് നമ്മൾ ആനിമൽസിനെ വളർത്തുന്നത്? ഓക്കെ, ഫോർ ഫുഡ്. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിൻ്റെ അടുത്ത് ഫുഡ് കിട്ടും. എക്സാമ്പിൾ, ഹെന്ന്, കോഴീൻ്റെ അടുത്ത് നമുക്ക് മുട്ട കിട്ടും, പശുവിൻ്റെ അടുത്ത് നമുക്ക് പാല് കിട്ടും. ഓക്കെ, ആടിൻ്റെ അടുത്തുനിന്ന് നമുക്ക് മട്ടൻ, മീറ്റും കിട്ടും, മിൽക്കും കിട്ടും. ഓക്കെ, ഫോർ സെക്യൂരിറ്റിക്ക് നമ്മൾ ഏത് ആനിമലിനെയാണ് വളർത്തുന്നത്? ഡോഗിനെയാണ് നമ്മൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി വളർത്തുന്നത്. ഫോർ പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വളർത്തുന്നത്. പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ പെറ്റ്സിനെയാണ് വളർത്തുന്നത്. അതിന് നമ്മൾ ക്യാറ്റ്, ഡോഗ്, ലവ് ബേർഡ്സ് ഒക്കെ പ്ലഷറിന് വേണ്ടി വളർത്തുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ് us?
കംപ്ലീറ്റ് ഇത് ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീട്ടിൽ നമ്മുടെ ഓരോരോ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന ആനിമൽസിനെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന, അവർ സ്വന്തമായിട്ട് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരായിട്ട് കണ്ടെത്തി കാട്ടിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിന്റെ ബെനിഫിറ്റും ആനിമൽസിന്റെ പേരും എഴുതാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഗോട്ട് എന്ന് പറയുന്ന ആടാണ്. ആട് നമുക്ക് എന്തൊക്കെ തരും? മിൽക്കും തരും, മീറ്റ് മട്ടൺ മീറ്റും നമുക്ക് തരും. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഹെൻ നമുക്ക് എന്ത് തരും? എഗ്സ് ആൻഡ് മീറ്റ്, ചിക്കൻ തരും. ദെൻ കൗ നമുക്ക് എന്ത് തരും? ലെതർ. കൗ ചത്തു കഴിഞ്ഞാൽ അതിന്റെ സ്കിൻ എടുത്തിട്ടാണ് നമ്മൾ ലെതർ ബാഗ്സ്, ലെതർ ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ കൗ നമുക്ക് മിൽക്ക് തരും. ഓക്കെ, പാല്. പിന്നെ ബീഫ് നമുക്ക് മീറ്റും തരും, ലെതറും തരും. പിഗ്, പന്നീന്റെ മീറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഷീപ്പിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്ന ബെനിഫിറ്റ്? വൂൾ എന്ന് പറഞ്ഞാൽ സ്വെറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഷീപ്പിന്റെ ഹെയർ നമ്മൾ ഷേവ് ചെയ്തെടുത്തിട്ടാണ് വൂളൻ സ്വെറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ. വി റേസ് ആനിമൽ ഫോർ വേരിയസ് പർപ്പസ്. അപ്പം നമ്മൾ ആനിമൽസിനെ വളർത്തുന്നത് ഓരോരോ ആവശ്യങ്ങൾക്കാണ്. അപ്പം എന്തൊക്കെയാണ്? മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആനിമൽസിനെ വളർത്തുന്നുണ്ട്. അപ്പം ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് വളർത്തുന്ന ആനിമൽസിനെ നോക്കാം. ഇവിടെ പശു മിൽക്ക്, പാല് തരുന്നുണ്ട്. കോഴി നമുക്ക് മുട്ട തരുന്നുണ്ട്. അതേ പ്ലസ് മീറ്റ് തരുന്നുണ്ട് കോഴി. രണ്ട് സാധനങ്ങൾ നമുക്ക് ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഗ് പ്ലസ് ചിക്കൻ മീറ്റ് കോഴി തരുന്നുണ്ട്. ഇത് ബീഫ് പീസസ് ആണ്. ബീഫ് പോത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബീഫ് കിട്ടുന്നുണ്ട്. അപ്പം ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആനിമൽസ് ആണ് കൗവ്, ഹെന്ന്, ബീഫ്, ദെൻ ഗോട്ട് എക്സെട്ര. ഓക്കെ. നെക്സ്റ്റ്, വി ക്യാൻ കീപ് സം ആനിമൽസ് ഫോർ പ്ലഷർ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആനിമൽസിനെ വളർത്തും. അത് ഏതൊക്കെ ആനിമൽസ് ആണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം ലവ് ബേർഡ്സ്. ഓക്കെ, ലവ് ബേർഡ്സിനെ നമുക്ക് പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് ഡോഗ്, ക്യാറ്റ്. ഓക്കെ, മനുഷ്യന്റെ ഒരു സന്തോഷം അവരുമായിട്ട് പങ്കുവെക്കാനും അവരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് സന്തോഷം കിട്ടുവാനും വേണ്ടിയിട്ടാണ് പെറ്റ് ആനിമൽസിനെ നമ്മൾ വളർത്തുന്നത്. ഓക്കെ. many creatures. How many creatures could you identify from the picture? Write down their names. ഈ പിക്ചറിൽ നിന്ന് എത്ര ക്രീച്ചേഴ്സിനെ നമുക്ക് പേര് അറിയാം? ആ പേര് അറിയാമെങ്കിൽ എഴുതി ഇടാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിൽ ഏതൊക്കെ ക്രീച്ചേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ വീട്ടിലുള്ളതും വീടിൻ്റെ പരിസരത്തുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ക്രീച്ചേഴ്സിനെ നോക്കുക. എന്നിട്ട് ഈ ക്രീച്ചേഴ്സിൻ്റെ പേര് എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കാൻ ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിസാർഡ്. ഓക്കെ, ലിസാർഡ്. നെക്സ്റ്റ് വൺ എന്താ? ഇത് സ്നെയിൽ, ഒച്ച് എന്ന് പറയും. ഒച്ച് അല്ലെങ്കിൽ സ്നെയിൽ. ഓക്കെ. നെക്സ്റ്റ് ഇതെന്താ? ഇത് കണ്ടാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താണ്? ഉറുമ്പ്, ആൻഡ്. ഓക്കെ. ഈ ബേർഡിന്റെ പേരെന്താ? ഈ ബേർഡ് നമ്മുടെ വീട്ടിന്റെ ചുറ്റുമെല്ലാം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബേർഡാണ്. ഈ ബേർഡിനെ എന്താണ് പറയുക? ഓരോ സ്ഥലത്ത് ഓരോ ലോക്കൽ നെയിംസിലാണ് ഈ ബേർഡ് അറിയപ്പെടുന്നത്. ഉപ്പൻ എന്ന് അറിയപ്പെടും. ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് ഗ്രേറ്റർ കൗക്കാൽ. ഓക്കെ, ഗ്രേറ്റർ കൗക്കാൽ. ഇതെന്താണ് സാധനം? ഇത് മണ്ണിൽ കാണുന്ന ഒരു വേം പോലത്തെ സാധനമാണ്. ആ സാധനം എന്താണ്? സെന്റിപീഡ് ആണ് ഇത്. ഇതെന്താ സാധനം? രാത്രിയിൽ മാത്രം ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു മാമലാണ്. എന്താണ്? ബാറ്റ്. ഓക്കെ, ബാറ്റ്. ഇതെന്താണ്? കീരിനെയൊക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള കാടിനടുത്തൊക്കെ കാണാവുന്ന ഒരു മാമലാണ് കീരിന്റെ ഇംഗ്ലീഷ് എന്താണ്? മംഗൂസ്. പിന്നെ ഇതെന്താണ്? ചേരട്ട എന്ന് പറയും. ചേരട്ടേന്റെ ഇംഗ്ലീഷ് ആണ് മില്ലിപീഡ്. ഓക്കെ, കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. They live in our homes and surroundings. Are there any domestic animals among these?
അപ്പം നമ്മളിപ്പോൾ കണ്ട ഇമേജസിൽ ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നുപോലും ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് അല്ല. ഓക്കെ, ഫൈൻഡ് ഔട്ട് മോർ ക്രീച്ചേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തായിട്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും ക്രീച്ചേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, ഹൗ മെനി ക്രീച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്, നിങ്ങൾ എത്ര ക്രീച്ചേഴ്സിനെ കണ്ടുപിടിച്ചു എന്നുള്ള നമ്പർ കൗണ്ട് ചെയ്തിട്ട് എഴുതുക. ഹൗ മെനി ഡിഡ് യുവർ ഫ്രണ്ട്സ് ഫൈൻഡ്, നിങ്ങളുടെ കൂട്ടുകാർ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ആർ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള പിക്ചേഴ്സിലുള്ളത് ആണോ ഡൊമസ്റ്റിക് ആനിമൽസ്? അല്ല. നോ, ദർ ആർ നോട്ട് ഡൊമസ്റ്റിക് ആനിമൽസ്. ഫൈൻഡ് ഔട്ട് മോർ ക്രീച്ചേഴ്സ്. അപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് വീടിൻ്റെ പരിസരത്ത് കാണുന്ന ക്രീച്ചേഴ്സിൻ്റെ കുറച്ച് പേരുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബട്ടർഫ്ലൈസ്, ക്രോ, പാരറ്റ്, മൈന, കൗ, ഗോട്ട്, കാറ്റ്, ഡോഗ്, കിങ്ഫിഷർ, ഗ്രാസ് വേപ്പർ, അങ്ങനെ കുറേ ഉണ്ട്. ഇത് ഞാൻ ചുരുക്കം കുറച്ച് നമ്പർ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇതിനെയും കാട്ടി കൂടുതൽ കൂട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെല്ലാം കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ടൈനി വൺസ് ആൻഡ് ജയൻസ്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. ദേ സേ ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ്. മിത്രേൻ്റെ ഫ്രണ്ട്സും എന്ത് ചെയ്യാണ്, ഒരു ഗെയിം കളിക്കുകയാണ്. അവരെങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്? ഓരോ ക്രീച്ചേഴ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രീച്ചേഴ്സ്. ഓക്കെ, അതാണ് ഗെയിമിൻ്റെ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, ആരാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഗെയിം. അപ്പം അവർ കണ്ടുപിടിച്ചതിൻ്റെ പേരുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, ക്യാമിലിയോൺ, ബീറ്റിൽ, കൗ, അങ്ങനെ കുത്തിട്ടിട്ട് അങ്ങനെ കുറേ എണ്ണം അങ്ങനെ പോകുന്നുണ്ട്. they did not forget to draw the pictures of the creatures. അപ്പം മിത്രേൻ്റെ ഫ്രണ്ട്സും അവരുടെ പരിസരത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കുകയും അങ്ങനെ കണ്ടുപിടിച്ച ആനിമൽസിൻ്റെ അല്ലെങ്കിൽ ക്രീച്ചേഴ്സിൻ്റെ പിക്ചേഴ്സ് അവർ വരയ്ക്കാനും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ പരിസരത്തുള്ള ആനിമൽസിനെ കണ്ടുപിടിക്കുകയും വരയ്ക്കാനും ട്രൈ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. Did you see the picture of the creatures that Mindra drew? നമ്മൾ തൊട്ട് മുന്നത്തെ ഇമേജിൽ മിന്ദ്ര വരച്ചേക്കുന്ന ചിത്രം ആനിമൽസിൻ്റെ ക്രീച്ചേഴ്സിൻ്റെയൊക്കെ പിക്ചേഴ്സ് കണ്ടു. Shall we play the same game? നമുക്ക് ഇതേപോലത്തെ ഗെയിം കളിച്ചാലോ? Present the sound or movement of a few creatures without naming them. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് എന്ത് കളിക്കാനാണ് പറയുന്നത്? നിങ്ങളിപ്പോൾ നിങ്ങളുടെ 2 കൂട്ടുകാരുണ്ടെങ്കിൽ ഒരാൾ എന്ത് പറയണം? ആ ക്രീച്ചറിൻ്റെ സൗണ്ട് ഉണ്ടാക്കണം. അപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രണ്ട് ആ ക്രീച്ചർ ഏതാന്ന് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, മ്യാവ് മ്യാവ് എന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രണ്ട് അത് ക്യാറ്റാന്നുള്ളത് ആൻസർ ചെയ്യണം. ഓക്കെ, അതാണ് കളി. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട്. ഡ്രോ ആൻഡ് കളർ ദം. അപ്പം എന്താണ് ഫ്രണ്ട്സിന് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതൊക്കെ ക്രീച്ചേഴ്സിനെയാണ് കണ്ടത് അതിനെ നെയിം ചെയ്യുകയും ചെയ്യണം, അതിന് ചിത്രം വരച്ചിട്ട് അതിന് കളർ കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് പരിസരത്തുള്ള ക്രീച്ചേഴ്സിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിഫന്റ്, ടൈഗർ, ഡിയർ, ഫോക്സ്, ഫ്രോഗ്, ഫിഷ്, monkey, rabbit, parrot, crow, pigeon, peacock, cat, dog, goat, cow, beef, duck, hen, myna, kingfisher, beetle, etc. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ഇതിലും കാട്ടി കൂടുതൽ ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ചിത്രം വരയ്ക്കുകയും കളർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. Which is the smallest animal in your list? അപ്പം നിങ്ങളിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആനിമൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇതിൽ ബീറ്റിലാണ് ഏറ്റവും ചെറിയ ആനിമൽ. ദ ലാർജസ്റ്റ് ആനിമൽ, ഏറ്റവും വലിയ ആനിമൽ ഏതാണ്? എലിഫന്റ് ആണ് വലിയ ആനിമൽ. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദ സൈസ്. അപ്പം ഓരോ ആനിമലിൻ്റെയും സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മുന്നേ കണ്ടതുപോലെ നമ്മൾ കണ്ട ആനിമൽസിൻ്റെ സൈസ് അനുസരിച്ച് ഓർഡർ ചെയ്തതാണ് ഈ ടേബിളിലുള്ളത്. അപ്പം നമുക്ക് നോക്കാം. കൗ
elephant, cow, tiger, deer, goat, peacock, monkey, fox, dog, cat, rabbit, duck, hen, kingfisher, myna, beetle. ഓക്കെ, ഇതാണ് സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് ദ ടൈനി ക്രീച്ചർ ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ടൈനി ക്രീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ എന്ന്, നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹാവൻറ്റ് യു സീൻ മെനി ടൈനി ക്രീച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്? നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് നിങ്ങൾ ഇതേപോലത്തെ ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ? വിച്ച് ആർ ദേ? അവ ഏതെല്ലാമാണ്? ആർ ദേ ഓൾ ഇൻ ഓഫ് സെയിം സൈസ്? ആ ക്രീച്ചേഴ്സ് എല്ലാം സെയിം സൈസ് ആണോ? ലെറ്റ് us ഒബ്സർവ് them ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ആ ലിറ്റിൽ ക്രീച്ചേഴ്സിനെ, സ്കൂളിൻ്റെ പരിസരത്തുള്ള ലിറ്റിൽ ക്രീച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്യാം. പ്ലീസ് യൂസ് ദ ഹാൻഡ് ലെൻസ് ഫോർ യുവർ ഒബ്സർവേഷൻ. അപ്പം ഈ ടൈനി ക്രീച്ചേഴ്സിനെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ലെൻസ് യൂസ് ചെയ്തിട്ട് വേണം ഈ ടൈനി ക്രീച്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേർ ഷാൽ വി ഒബ്സർവ്? നമ്മൾ എവിടെയാണ് ഈ ടൈനി ക്രീച്ചേഴ്സിനെ സെർച്ച് ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടത്? ഇൻ സോയിൽ, മണ്ണിൽ നമുക്ക് ടൈനി ക്രീച്ചേഴ്സിനെ കാണാം. പ്ലാന്റ്സിന്റെ മേലെ നമുക്ക് ടൈനി ക്രീച്ചേഴ്സിനെ കാണാം. അതേപോലെ ആനിമൽസ്, ഡോഗിന്റെ മേലെ, കാറ്റിന്റെ മേലെയൊക്കെ ചെറിയ ചെറിയ ടൈനി ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ ഇൻ വാട്ടർ ആൻഡ് ഇൻ എയറിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ടൈനി ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റും. Write down the names of tiny creatures that you found in your environmental science diary. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് ഈ ടൈനി ക്രീച്ചേഴ്സിനെ എത്ര കണ്ടിട്ടുണ്ട്, ആ കണ്ടതിൻ്റെ പേരൊക്കെ നിങ്ങളുടെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ നോട്ട് ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പരിസരത്തുള്ള കുറച്ച് ടൈനി ക്രീച്ചേഴ്സിൻ്റെ പേര് എഴുതാം. കോക്രോച്ച്, മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, ആൻസ്, earthworm, termites, spider, beetle, grasshopper, millipede, centipede, water bugs and tadpole. ഓക്കെ, കൂട്ടുകാരും ഇതിലും കാട്ടി കൂടുതൽ ടൈനി ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഫിംഗർ ഡ്രോയിങ്സ്. ഫിംഗർ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിരലുകൊണ്ട് ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പം നമുക്കിവിടെ പിക്ചേഴ്സ് കാണാം. They are drawn by dipping finger in ink and imprinting the same on paper. അപ്പോൾ ഈ പിക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? നമ്മുടെ തള്ളവിരൽ അല്ലെങ്കിൽ തം ഫിംഗർ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഒരു വെസലിലോ ഒരു പേപ്പറിലോ എടുക്കുക. എന്നിട്ട് നമ്മുടെ തം ഫിംഗർ ആ ഇങ്കിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഇങ്ക് നമ്മുടെ തം ഫിംഗറിൽ ഫുൾ സ്പ്രെഡ് ആവും. ആ തം ഫിംഗർ നമ്മൾ പുതിയൊരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറിയിലെ പുതിയൊരു പേജിലോ നിങ്ങൾക്ക് ഈ തം ഫിംഗർ പ്രസ് ചെയ്യാം. അപ്പോൾ കയ്യിലുള്ള ഇങ്ക് ആ പേപ്പറിലാകും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ആനിമൽസിനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ രണ്ട് വിരൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരു വിരൽ, ഇത് ഒരു വിരൽ. 2 പ്രാവശ്യം തം ഫിംഗർ ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് എന്ത് വരച്ചേക്കുന്നു? ബട്ടർഫ്ലൈ, പിന്നെ ഇത് ക്രെയിനിനെ വരച്ചിട്ടുണ്ട്, കൊക്കിനെ വരച്ചിട്ടുണ്ട്, ഒരു പക്ഷീനെ വരച്ചിട്ടുണ്ട്, മുയലിനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പം തം ഫിംഗർ പ്രസ് ചെയ്യുമ്പം ആ ഇങ്ക് അവിടെ സ്പ്രെഡ് ആവും. അതിൻ്റെ പുറം ഭാഗത്ത് തലയും കാലും മൃഗങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ട അതെല്ലാം വരച്ചു കൊടുത്തിട്ട് പുതിയ പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ എന്താണ് ഇങ്ക് വെച്ചിട്ട് ഫിംഗർ ഡ്രോയിങ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. Next, identify the animals by observing the body parts in the picture. അപ്പം ഇതിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോഡി പാർട്സ് വെച്ചിട്ട് ഏത് ആനിമലാന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഇത് ആരുടെ കാലാണ്? കൂട്ടുകാർ പറഞ്ഞേ, ഇത് ആരുടെ കാലാണ്? ഇത് ആനയുടെ കാലാണ്, എലിഫന്റ്. ഓക്കെ, കൂട്ടുകാർ പറഞ്ഞേ, ഇത് ആരുടെ പീലിയാണ്? ഇത് ആരുടെയാണ്? ഏത് പക്ഷിയുടെ തൂവലാണ് ഇവിടെ ഇരിക്കുന്നത്? മയിലിൻ്റെയാണ്. മയിൽ എന്ന് പറയുന്നത് പീകോക്ക്. ഓക്കെ, ഇത് ആരുടെ ബോഡിയാണ്? ഒന്ന് കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് സീബ്രയുടെ ബോഡിയാണ്. ഓക്കെ, ഈ കാലുകൾ കണ്ടിട്ട് കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത്? ഇത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള 2 കാലുകളാണ്. നമ്മുടെ വീടുകളിലെല്ലാം
കാണാൻ പറ്റുന്ന 2 കാലുകളാണിത് എന്ന് പറയുന്നത് കോഴി അല്ലെങ്കിൽ ഹെന്നുടെ കാലാണ്. ഹൗ ഡസ് ദീസ് ആനിമൽസ് ഡിഫർ? ആനിമൽസ് എങ്ങനെ ഡിഫർ ചെയ്യുന്നുണ്ട്? കളറിൽ ഡിഫർ ചെയ്യുന്നുണ്ട്. കളർ കണ്ടോ, ബ്ലാക്ക് ആണ് എലിഫന്റിന്, പീകോക്കിന് ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്, സീബ്രയ്ക്ക് എങ്ങനെയാണ് വൈറ്റിൽ ബ്ലാക്ക് സ്ട്രൈപ്സ് ആണ്, ഹെന്നിന് വൈറ്റ് കളറാണ്. അപ്പം ആനിമൽസ് എങ്ങനെ ഡിഫർ ചെയ്യുന്നുണ്ട്? കളറിൽ ഡിഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആനിമൽസിന്റെ മേലെ ഉള്ള ഓരോരോ ഡിസൈൻസ് ആണ്. ഇപ്പൊ ഡിയറിൽ ബ്ലാക്ക് സ്പോട്ട് ആയിരിക്കും, സീബ്രയിൽ ഇതേപോലെ ബ്ലാക്ക് സ്ട്രൈപ്സ് ആയിരിക്കും, ലെപ്പേർഡിലും ഇതേപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ലെഗ്സ് ആൻഡ് നെയിൽസ്. ലെഗും എല്ലാവരുടെയും ഡിഫറെൻ്റ് അല്ലേ? ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. ഇവിടെ ആനേൻ്റെ ലെഗ് നന്നായിട്ട് തടിച്ചിട്ടാണ്. അതിന് എത്ര നെയിൽസ് ഉണ്ട്? 1, 2, 3, 4 നെയിൽസ് ഉണ്ട്. ഓക്കെ. പീകോക്കിൻ്റെയും ഹെന്നിൻ്റെയും ഏകദേശം സെയിം ആണ്. 2 ലെഗ്സ് ഉണ്ട്. നെയിൽസ് എത്രയുണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഓക്കെ. എലിഫന്റിന് പക്ഷെ എത്ര കാലുകളുണ്ട്? 4 കാലുകളുണ്ട്. സീബ്രയ്ക്കോ 4 കാലുകളുണ്ട്. അവർക്ക് നെയിൽസ് 2 എണ്ണം കാണും ആംഗുലേറ്റ്സിന്. ഓക്കെ. നെക്സ്റ്റ്, ആർ ദെയർ creatures which can be identified by observing color? കളർ വെച്ചിട്ട് നമുക്ക് ക്രീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എലിഫന്റിന്റെ കളർ ബ്ലാക്ക്, ഡിയറിന്റെ കളർ യെല്ലോ വിത്ത് ബ്ലാക്ക്, പാരറ്റിന്റെ കളർ ഗ്രീൻ, ക്രെയിൻ കൊക്കിന്റെ കളർ വൈറ്റ്, ക്രോ കാക്കയുടെ കളർ ബ്ലാക്ക്. Which are the creatures that you can identify by looking at their horn? കൊമ്പ് കണ്ടിട്ട് എങ്ങനെയാണ് നമുക്ക് ആനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ? എലിഫന്റിന് കൊമ്പുണ്ട്, അതേപോലെ ഡിയറിനും പശുവിനും കൊമ്പുണ്ട്. ഹൗ അബൌട്ട് സ്പോട്സ് എന്ന് പറഞ്ഞാൽ കുത്തുകൾ. ഡിയറിന്റെ മേലെ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, ലെപ്പേർഡിന്റെ മേലെയുണ്ട്, ജിറാഫിന്റെ മേലെ ഒരു പ്രത്യേകതരം പാറ്റേൺ ആണുള്ളത്. ഓക്കെ. Every creature is different in shape, size, color, horn, nails, spots, stripes, etc. അപ്പം ഓരോ ക്രീച്ചറും ഡിഫറെൻ്റ് ആവുന്നുണ്ട്. എങ്ങനെയാണ്? ഷേപ്പിൽ, സൈസിൽ, കളറിൽ, അവരുടെ കൊമ്പിൽ, അവരുടെ നഖത്തിൽ, അവരുടെ മേത്തുള്ള പുള്ളികളിൽ അല്ലെങ്കിൽ വരകളിൽ. ഓക്കെ. Sea creatures. We know that there are many kinds of fishes in the sea. കടലിൽ different types of fishes ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. Sea is the habitat not only to fishes but also to many other creatures. അപ്പോൾ കടൽ എന്താണ്? അതൊരു വലിയ ഹാബിറ്റാറ്റ് ആണ്. ഫിഷസിന് മാത്രമല്ല വേറെ അതർ ക്രീച്ചേഴ്സും കടലിൽ ജീവിക്കുന്നുണ്ട്. There are more creatures in the sea than on land. കരയിലും കാട്ടി കൂടുതൽ ക്രീച്ചേഴ്സ് എവിടെയാണുള്ളത്? കടലിലാണുള്ളത്. Which sea animals do you know? കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് കടലിലുള്ള ഏത് ജീവിന്റെ പേരാണ് അറിയുന്നത് എന്ന്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. നിങ്ങളപ്പോൾ അത് നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് അത് റൈറ്റ് ഡൗൺ ചെയ്യുക. See the pictures of some of the sea creatures. ഇവിടെ കുറച്ച് സീ ക്രീച്ചേഴ്സിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സീ ഹോഴ്സ്, കടൽ കുതിരയാണ്. പിന്നെ സീ ഹെഡ്ജ് ഹോഗ്, പിന്നെ സീ കുക്കുംബർ ആൻഡ് സീ കൗ. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ഇൻ ദ സീ. Why did these creatures get such name? എങ്ങനെയാണ് ഈ ക്രീച്ചേഴ്സിന് ഇങ്ങനെ പേര് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സീ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ കുതിര. കുതിരേനെ പോലെ ഉള്ളത് കൊണ്ടാണ് സീ ഹോഴ്സ് എന്ന് പേര് കിട്ടിയത്. ഓക്കെ. സീ ഹെഡ്ജ് ഹോഗ്, അതെങ്ങനെയാണ്? ഇറ്റ് ലുക്സ് ലൈക്ക് പോർക്കിപ്പൈൻ, മുള്ളമ്പന്നീനെ പോലെ ഉള്ളതുപോലെയാണ് ഹെഡ്ജ് ഹോഗിന് സീ ഹെഡ്ജ് ഹോഗ് എന്ന് പേര് കിട്ടിയത്. സീ കുക്കുംബർ, അത് കാണാൻ എങ്ങനെയാണ്? കുക്കുംബർ ഷേപ്പിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സീ കുക്കുംബർ എന്ന് വിളിക്കുന്നു. പിന്നെ സീ കൗ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഹെർബിവോർസ്, ലൈക്ക് പശുവിനെ പോലെ അവര് ഹെർബിവോർ ആണ്, അതുകൊണ്ട് അതിനെ സീ കൗ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ബ്ലൂ വെയിൽ ദ ലാർജസ്റ്റ് ക്രീച്ചർ ഓൺ എർത്ത് ലീവ്സ് ഇൻ ദ സീ. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രീച്ചറാണ് ബ്ലൂ വെയിൽ. അപ്പൊ ബ്ലൂ വെയിൽ എവിടെയാണ് താമസിക്കുന്നത്? കടലിലാണ്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്.
അപ്പം ഇവർ ഏത് ഫാമിലിയിൽ പെട്ടതാണ്? അവർ മാമൽസിൽ പെട്ടതാണ്. ഫിഷിന്റെ ഫാമിലിയിൽ പെട്ടതല്ല ബ്ലൂ വെയിൽസ്. ഓക്കെ, ബ്ലൂ വെയിൽസ് ഗീവ് ബർത്ത് ടു ദർ ഓഫ് സ്പ്രിങ്. സാധാരണ ഫിഷുകൾ എന്താണ് ചെയ്യാറ്? മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ബ്ലൂ വെയിൽ എന്താണ് ചെയ്യാറ്? അവർ കുട്ടിയെ പ്രസവിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം. ഒരു ബ്ലൂ വെയിലും ആ ബ്ലൂ വെയിലിന്റെ കുട്ടിയുമുണ്ട്. ബ്ലൂ വെയിൽ ഏത് ഗണത്തിൽ പെടുന്നതാണ്? മാമൽസിൽ പെടുന്നതാണ്. ഓക്കെ, മെനി വേസ് ഓഫ് മൂവ്മെന്റ്. അപ്പം ഓരോരോ ഡിഫറെൻറ്റ് വേസ് ഓഫ് മൂവ്മെന്റ്, നമ്മുടെ മൂവ്മെന്റ് ഡിഫറെൻറ്റ് വേസിലുണ്ടെന്നാണ് പറയുന്നത്. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രീച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ് സാധനം എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ പേപ്പർ വെച്ച് ഉണ്ടാക്കിയ ഓരോരോ ഷേപ്സ് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതെന്താണ് സാധനം? ഇതൊരു പക്ഷി അല്ലെങ്കിൽ കൊക്ക്, ക്രെയിൻ ആണ്. ഓക്കെ, ഇതെന്താണ് സാധനം? പച്ച കളറിലിരിക്കുന്നത് ഇത് തവള അല്ലെങ്കിൽ ഫ്രോഗ് ആണ്. ഓക്കെ, ഇതെന്താണ് സാധനം? സ്നേക്ക്, പാമ്പ്. ഇത് ഫിഷ്, മീൻ. ഓക്കെ, മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പേഴ്സ്. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ്സിൽ ഫ്രീ പീരീഡ് ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഓരോരോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ക്രീച്ചേഴ്സിനെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. യൂസ് ദീസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ്. എന്നിട്ട് ഈ ഫിഗേഴ്സ് വെച്ചിട്ട് അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ. ഡു ഓൾ ക്രീച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ. എല്ലാ ക്രീച്ചേഴ്സും ഒരുപോലെയാണോ മൂവ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ചിലവർ എഴയുന്നവരുണ്ട്, ചിലവർ ചാടുന്നവരുണ്ട്, ചിലവർ നടക്കുന്നവരുണ്ട്, ചിലർ പറക്കുന്നവരുണ്ട്. അപ്പോൾ ഓൾ ക്രീച്ചേഴ്സ് ആർ നോട്ട് മൂവിങ് ഇൻ ദ സെയിം വേ. ഓക്കെ, കാറ്റഗറൈസ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദർ മൂവ്മെന്റ്. അപ്പം മൂവ്മെന്റ് അനുസരിച്ച് ക്രീച്ചേഴ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഇവിടെ എക്സാമ്പിൾ വാക്കിംഗ് ക്രീച്ചേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാക്ക് ചെയ്യുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അല്ലെങ്കിൽ കൂട്ടുകാരെ എന്നെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. വാക്ക് ചെയ്യുന്ന ക്രീച്ചേഴ്സ് ആരൊക്കെയാണ്? നടക്കുന്നതായിട്ട് ഇപ്പം എലിഫന്റ് നടക്കും, മാൻ നടക്കും, ടൈഗർ നടക്കും. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അതൊക്കെ ഇവിടെ എഴുതാം. എലിഫന്റ്, ഡിയർ, മങ്കി, സീബ്ര. ഓക്കെ, പിന്നെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന സ്നേക്ക് ആണ്. സ്നേക്ക് എന്താണ് സാധാരണ ചെയ്യാറ്? എഴയുകയാണ് ചെയ്യാറ്. അപ്പൊ എഴയുന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ക്രോളിംഗ് ക്രീച്ചേഴ്സ്. ഓക്കെ, അപ്പം പാമ്പിനെ പോലെ ക്രോൾ ചെയ്യുന്ന മറ്റ് ക്രീച്ചേഴ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ? എർത്ത് വർം, മണ്ണിര, സ്നെയിൽ, ഒച്ച്, ലീച്ച്. ഇവരെല്ലാവരും എന്താണ് ചെയ്യുന്നത്? എഴഞ്ഞാണ് നടക്കുന്നത്. അവർക്ക് ലെഗ്സ് ഇല്ലാത്ത കാരണം മണ്ണിൽ എഴഞ്ഞാണ് നടക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്. ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഫ്ലൈ ചെയ്യുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? എസ്പെഷ്യലി ബേർഡ്സ് ആണ് ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്. അപ്പോൾ ബേർഡ്സിന്റെ പേര് എഴുതാം. ക്രോ, കാക്ക, മൈന, കിങ്ഫിഷർ, പീജിയൻ എക്സെട്ര. അവരൊക്കെയാണ് ഫ്ലൈ ചെയ്യുന്ന ക്രീച്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫിഷ് കൊടുത്തിട്ടുണ്ട്. ഫിഷ് എന്താ ചെയ്യാറ്? സാധാരണ സ്വിം ആണ് ചെയ്യാറ്. അപ്പൊ സ്വിമ്മിങ് ക്രീച്ചേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫിഷ്. അപ്പൊ ഫിഷിന്റെ കൂടെ സ്വിം ചെയ്യുന്ന വേറെ ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? കടൽ കുതിര, സീഹോസ്, ടോട്ടോയിസ് ആൻഡ് ക്രോക്കഡൈൽ. മുതല, ആമ, കടൽ കുതിര ആൻഡ് ഫിഷ്, മീൻ. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നത്? സ്വിമ്മാണ് ചെയ്യുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. Is there any connection between the body features and the movement of the creature? Body features and movement. ഇതിൽ രണ്ടിലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രീച്ചേഴ്സിനെ തന്നിട്ടുണ്ട്. അവർ ഏത് ബോഡി ഫീച്ചർ ആണെന്ന് നോക്കാം. അവരുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഹോസ് ഉണ്ട്. ഹോസിന് എന്താണ്? അവർക്ക് 4 കാലുകളുണ്ട്. 4 legs and bend backwards. അവരെന്ത് ചെയ്യും? വാക്കും ചെയ്യും, റണ്ണും ചെയ്യും. ഓക്കെ, ഇവിടെ സ്നേക്കിനെ കാണിച്ചിട്ടുണ്ട്. സ്നേക്സിന് എന്തില്ല? ലെഗ്സ് ഇല്ല. അപ്പം നമുക്കിവിടെ നോ ലെഗ്സ് എന്ന് എഴുതാം. അവരുടെ മൂവ്മെന്റ് എങ്ങനെയാണ്? എഴഞ്ഞാണ് പോകുന്നത്, ക്രോളിങ്. ഓക്കെ, നെക്സ്റ്റ് ബേർഡ് കൊടുത്തിട്ടുണ്ട്. പീജിയന് എത്ര ലെഗ്സ് ഉണ്ട്? 2 legs and feathery wings ഉണ്ട്. അവർക്ക് എങ്ങനെയൊക്കെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റും? അവർക്ക് നടക്കാനും പറ്റും, അതുപോലെ തന്നെ അവർക്ക് ഫ്ലൈ ചെയ്യാനും പറ്റും.
അടുത്തത് ഫിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിഷിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? സ്വിമ്മിങ് ആണ്. അപ്പോൾ സ്വിം ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം എന്താണ്? പെയർ ഓഫ് ഫിൻസ്. നമുക്കിവിടെ കാണാം, ഇവിടെ ഫിൻസും ഉണ്ട് ടെയിലും ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഫിഷ് അതിന്റെ മൂവ്മെന്റ് ആയ സ്വിമ്മിങ് ചെയ്യുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ഡക്ക്. ഡക്കിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആർ ദെയർ ക്രീച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ? ഒരു ക്രീച്ചർ തന്നെ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ഡക്ക് കൊടുത്തിരിക്കുന്നത്. ഡക്കിന് സ്വിം ചെയ്യാനും പറ്റും, അതൊരു മൂവ്മെന്റ് ആണ്. പിന്നെ ചെറിയ ഡിസ്റ്റൻസ് പറക്കാൻ പറ്റും, ഫ്ലൈ ചെയ്യാൻ പറ്റും, അതും ഒരു മൂവ്മെന്റ് ആണ്. ഡക്കിന് ലെഗ്സ് വെച്ചിട്ട് വാക്ക് ചെയ്യാനും പറ്റും, അതും ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ ഒരു ക്രീച്ചറിന് തന്നെ 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് സ്വിമ്മിങ്, നെക്സ്റ്റ് ഇസ് ഫ്ലൈയിങ് ആൻഡ് അതർ വൺ ഇസ് വാക്കിംഗ്. ഓക്കെ, റൈറ്റ് ഡൗൺ അബൌട്ട് മൂവ്മെന്റ് ഓഫ് അതർ ക്രീച്ചേഴ്സ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഈ ഡക്കിന്റെ എക്സാമ്പിൾ പോലെ വേറെ ക്രീച്ചേഴ്സ് ഇതേപോലെ സ്വിം ചെയ്യോ ഫ്ലൈ ചെയ്യോ വാക്ക് ചെയ്യോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് ഇത് എബൌട്ട് ടേബിൾ. ഈ എബൌട്ട് ടേബിളിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അത് കൂട്ടുകാർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. Each creature has a movement based on the features of its body and the environment that it lives. അപ്പോൾ ഓരോ ക്രീച്ചറിനും അതിൻ്റെ എൻവറോൺമെന്റ് അനുസരിച്ച്, ഇപ്പൊ ഡക്ക് ആണെങ്കിൽ അത് വെള്ളത്തിലും കരയിലും താമസിക്കും. അപ്പൊ വെള്ളത്തിൽ അതിന് സ്വിം ചെയ്തേ പറ്റൂ, കരയിൽ അതിൽ നടന്നേ പറ്റൂ, പിന്നെ എയറിലൂടെ പോകുമ്പോൾ അതിന് വിങ്സ് വെച്ച് ഫ്ലൈ ചെയ്തേ പറ്റൂ. അപ്പം അതൊരു മെയിൻ എക്സാമ്പിൾ ആണ് ഓരോരോ എൻവറോൺമെന്റിൽ എങ്ങനെയാണ് ഒരു ക്രീച്ചർ ജീവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് ഇത് ഇത്രയും എടുത്ത പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.